പ്രിയ സുഹൃത്തെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തൊമ്മിച്ചൻ്റെ ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ ഒരു കേസ് സ്റ്റഡിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അതായത് ഏതെല്ലാം സൈഡിലാണ് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ളത്, ഏതെല്ലാം സൈഡിലാണ് വീക്ക് ഉള്ളത്, എങ്ങനെ ഈ വീക്കായിട്ടുള്ള കാര്യം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ തൊമ്മിച്ചൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ 35 വയസ്സാണ്. ദുബായിൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്പൗസ് ഹോം മേക്കറാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. 2 കുട്ടികളാണുള്ളത്. മൂത്തത് മകനാണ്, ആ മകന് 3 വയസ്സാണ്. ഇപ്പോൾ ഒരു മകളുണ്ട്, മകൾക്ക് 1 വയസ്സാണ് പ്രായം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മന്ത്ലി ഏകദേശം ഒരു 2.25 ലക്ഷം രൂപ വരുമാനമുണ്ട്. മന്ത്ലി എക്സ്പെൻസ് ഒരു 1.5 ലക്ഷം രൂപയോളമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അസറ്റ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വീട് ഇപ്പോൾ കേരളത്തിലുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ലൈബിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇടക്ക് ഇദ്ദേഹം വെച്ച ആ വീടിൻ്റെ ഒരു 10 ലക്ഷം രൂപയോളം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ലോൺ ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ഇൻഷുറൻസ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഒരു യുളിപ്പ് പോളിസി, ഒരു 5 ലക്ഷം രൂപയുടെ ഒരു യുളിപ്പ് പോളിസി ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ അവിടെ കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് കവറേജ് ഉള്ളതുകൊണ്ട് ഇദ്ദേഹമായിട്ട് സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ഒരു ഇൻഷുറൻസ് പോളിസിയും ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു തൊമ്മിച്ചൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം. അപ്പോൾ ഈ തൊമ്മിച്ചൻ്റെ ഈ ഒരു ഫിനാൻഷ്യൽ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് തൊമ്മിച്ചന് അതിൻ്റെതായ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഒരു ഗ്രീൻ സോൺ എന്ന് പറയാം. ഇപ്പോൾ ഗ്രീൻ സോണിലുള്ള കുറേ കാര്യങ്ങൾ, കുറേ അഡ്വാൻറ്റേജസ് ഇപ്പോൾ തൊമ്മിച്ചനെ സംബന്ധിച്ചുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് തൊമ്മിച്ചൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവിടെ തൊമ്മിച്ചനെ സംബന്ധിച്ച് അത്യാവശ്യം ഇൻകം സ്റ്റേബിൾ ആണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം തൊമ്മിച്ചനെ സംബന്ധിച്ചുണ്ട്. പിന്നെ രണ്ടാമത്തേതായിട്ട് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മാനേജബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ളത്. അതായത് ഇപ്പോൾ 1.5 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വരുമാനമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് മാനേജ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ഹോം, ഇപ്പോൾ കേരളത്തിൽ സ്വന്തമായിട്ട് ഒരു വീടുണ്ട്. അത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ഗ്രീൻ സോണിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നാലാമതായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ബാങ്ക് എഫ് ഡി, ഇപ്പോൾ ബാങ്ക് എഫ് ഡി 10 ലക്ഷം രൂപയുടെ ബാങ്ക് എഫ് ഡി ഉണ്ട്. അതും ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അഞ്ചാമതായിട്ട് ഇപ്പോൾ യുളിപ്പ്, ഒരു 5 ലക്ഷം രൂപയുടെ യുളിപ്പ് ഇൻഷുറൻസ് പോളിസി ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ടുണ്ട്. പിന്നെ ആറാമതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോ ഡെറ്റ്. അതായത് ഇപ്പോൾ വീടിന് ഒരു 10 ലക്ഷം രൂപ ലോൺ ഉണ്ടെങ്കിൽ പോലും ഇപ്പം തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചൻ്റെ ഇൻകമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് മാനേജബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു കടബാധ്യതയാണ് ഇപ്പോൾ തൊമ്മിച്ചനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തൊമ്മിച്ചനെ സംബന്ധിച്ച് ഗ്രീൻ സോണിൽ വരുന്ന കാര്യമാണ്. എന്നാൽ തൊമ്മിച്ചൻ്റെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് തൊമ്മിച്ചൻ്റെ റെഡ് സോണിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ റെഡ് സോണിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊമ്മിച്ചൻ സിംഗിൾ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് ഇത് തൊമ്മിച്ചൻ്റെ ഫാമിലി മൊത്തം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒറ്റ വരുമാനത്തെ മാത്രമാണ്. ഇപ്പം എന്തെങ്കിലും കാരണവശാൽ തൊമ്മിച്ചൻ്റെ വരുമാനം ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ രണ്ടാമതായിട്ട് ഇവിടെ കാണാവുന്ന ഒരു കാര്യം, ഇപ്പം എമർജൻസി ഫണ്ടായിട്ട് തൊമ്മിച്ചൻ ഒന്നും കരുതിയിട്ടില്ല എന്നത് തൊമ്മിച്ചനെ സംബന്ധിച്ച് റെഡ് സോണിലുള്ള പ്രശ്നമാണ്. അതായത് എന്തെങ്കിലും കാരണവശാൽ അടുത്തൊരു 5-6 മാസം സാലറി കിട്ടാത്ത സാഹചര്യം വന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് വലിയൊരു തുക ചെലവാക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തൊമ്മിച്ചൻ പ്രശ്നത്തിൽ അകപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതോടൊപ്പം തന്നെ നോ മെഡിക്കൽ ഇൻഷുറൻസ്. ഇപ്പോൾ തൊമ്മിച്ചന് ഇപ്പോൾ നിലവിൽ കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. പക്ഷേ ആ കമ്പനിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ആ കവറേജ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് അവനവൻ പണം കൊടുത്തിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല എന്നത് തൊമ്മിച്ചനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോരായ്മയാണ്. പിന്നെ നാലാമതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കവറേജ്. ഇപ്പോൾ തൊമ്മിച്ചൻ്റെ ഇൻകം തന്നെ 2.25 ലക്ഷം രൂപയാണ്. പക്ഷേ തൊമ്മിച്ചന് ആകെയുള്ളത് 5 ലക്ഷം രൂപയുടെ കവറേജ് മാത്രമാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ 2 മാസത്തെ വരുമാനത്തിൻ്റെ കവറേജ് മാത്രമാണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഉള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അഞ്ചാമതായിട്ട് നോ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഫ്യൂച്ചർ ഗോൾസ്. ഇപ്പോൾ തൊമ്മിച്ചൻ്റെ ഫ്യൂച്ചർ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗോളുകൾ ഇനി വരാനുണ്ട്. ഈ ഗോളുകൾക്ക് വേണ്ടിയൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നത് തൊമ്മിച്ചനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു പോരായ്മയാണ്. പിന്നെ ആറാമത്തെ ഇപ്പോൾ തൊമ്മിച്ചൻ്റെ ഒരു റെഡ് സോണിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ സർപ്ലസ് എമൗണ്ട് മിസ്മാനേജ് ചെയ്യുക. അതായത് ഇപ്പോൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ തൊമ്മിച്ചൻ പറയുന്നുണ്ട്, അതായത് ഈ 2.25 ലക്ഷം രൂപ വരുമാനമുള്ള വ്യക്തിക്ക് 1.5 ലക്ഷം രൂപ ചിലവുള്ളൂ. അതായത് ഏകദേശം ഒരു 75,000 റുപ്പീസ്
ഒരു സർപ്ലസ് തൊമ്മിച്ചനെ സംബന്ധിച്ചുണ്ട്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ എമൗണ്ട് എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കണക്കുമില്ല. അതിനർത്ഥം ഈ പറഞ്ഞ സർപ്ലസ് എമൗണ്ട് മിസ്മാനേജ്, അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയായിരിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എമൗണ്ട് ഇദ്ദേഹത്തിന് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തത് മൂലം ആ തുക എവിടെയോ എങ്ങനെയോ ചെലവായി പോകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് സോണിലുള്ള കാര്യങ്ങളെ നമുക്ക് ഒരു ഗ്രീൻ സോണിലേക്ക് മാറ്റണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? അതാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊമ്മിച്ചനെ സംബന്ധിച്ച് സിംഗിൾ ഇൻകമാണ്. അപ്പോൾ സിംഗിൾ ഇൻകത്തിന് ഇദ്ദേഹത്തിന് മൾട്ടിപ്പിൾ സോഴ്സിലൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫിനാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലൂടെ വേറൊരു ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊമ്മിച്ചനെ സംബന്ധിച്ച് നടക്കാത്തൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യാം? ഇദ്ദേഹത്തിന് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഒരു ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, അതായത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2007 തുടങ്ങി ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ 2008, 2009, 2010 കാലഘട്ടത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത കുറേ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ 2024 കണക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് മുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, അതിൽ ഒരു മിക്കവരുടെയും 2024 ആണ്ടിൽ അവർ ജോലി ചെയ്തിട്ട് എന്ത് വരുമാനം ഏൺ ചെയ്തോ അതിനേക്കാൾ കൂടുതൽ തുക അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ വർഷം അവർക്ക് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിംഗിൾ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു മൾട്ടിപ്പിൾ സോഴ്സിലൂടെ ഇപ്പം ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പാസീവ് ഇൻകം പോലെ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണമെങ്കിൽ അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ 15 വർഷം കഴിയുന്ന സമയത്ത് അദ്ദേഹം ഏൺ ചെയ്യുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ഈ സെക്കൻഡറി പാസീവ് ഇൻകത്തിൽ നിന്ന് അദ്ദേഹത്തിന് ജനറേറ്റ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഇദ്ദേഹത്തിന്റെ എമർജൻസി ഫണ്ടിന്റെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 1.5 ലാഖാണ് ഇദ്ദേഹത്തിന്റെ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ 1.5 ലാഖ് ഇൻറ്റു 6, അതായത് ഒരു 9 ലക്ഷം രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു എമർജൻസി ഫണ്ടായിട്ട് ഇപ്പം തൊമ്മിച്ചൻ കരുതേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഇപ്പം നിലവിൽ ഒരു 10 ലക്ഷം രൂപയുടെ ബാങ്ക് എഫ് ഡി ഉണ്ട്. 10 ലക്ഷം രൂപയുടെ ബാങ്ക് എഫ് ഡി ഉണ്ട്. അത് നമുക്ക് ഈ എമർജൻസി ഫണ്ട് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും. അങ്ങനെ തൊമ്മിച്ചനെ സംബന്ധിച്ച് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഇനി അടുത്തതായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല എന്നതാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളെ സംബന്ധിച്ച് പല ആൾക്കാർ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, ഇപ്പം ഞാനിപ്പോൾ ഗൾഫിലാണ്, ഇപ്പം എനിക്ക് ജോലിയുണ്ട്, എനിക്ക് അവിടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. സപ്പോസ് ഇപ്പം താങ്കൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള ഒരു അസുഖം വന്നെന്ന് വിചാരിച്ചോ, എന്തെങ്കിലും ക്യാൻസറാ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറാ അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുമോ? പറ്റില്ല. ഇപ്പം നിങ്ങൾ തിരിച്ചു പോരേണ്ടി വരും, ജോലി പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് നഷ്ടമാവും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഈ മേജറായിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനി ഇൻഷുറൻസ് തരില്ല. അപ്പം നമുക്ക് ഇവിടെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ഹെൽത്ത് പോളിസി അത് എടുത്തു വെക്കുക എന്നതാണ്. ഇപ്പം സാധാരണ രീതിയിൽ ഇപ്പം നമ്മളൊരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ എത്രയോ ആയിരങ്ങൾ രൂപ, ഇപ്പോൾ 50,000, 1 ലക്ഷം, ഇപ്പം ഞാൻ എൻ്റെ കാറിന് ഏകദേശം 1.25 ലക്ഷം രൂപ ഒരു വർഷം ഞാൻ ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ ഏകദേശം ഒരു പകുതി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലിക്ക് ഒരു 50 ലക്ഷം 1 കോടി രൂപയെങ്കിലും ഒരു ഫാമിലി മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് കുടുംബത്തെ, അതായത് തൊമ്മിച്ചൻ, സ്പൗസ്, പിന്നെ അതോടൊപ്പം തന്നെ 2 മക്കളെയും കൂടി കൂട്ടിയിട്ട് ഒരു ഫാമിലി പോളിസി എടുക്കുക എന്നതാണ് ഇവിടെ തൊമ്മിച്ചന് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇവിടെ അടുത്തതായിട്ട് നമുക്ക് ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് കാണാവുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, 5 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇൻകമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു തരത്തിലും മാച്ച് ചെയ്യാത്തതാണ്. കാരണം നോർമൽ സിറ്റുവേഷനിൽ നമ്മളെ ആനുവൽ ഇൻകത്തിൻ്റെ ഒരു 10 തുടങ്ങി 15 മടങ്ങ് വരെ ഇപ്പോൾ ഇൻഷുറൻസ് കവറേജ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ തൊമ്മിച്ചൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 25 ലക്ഷം രൂപ തൊമ്മിച്ചന് ഒരു ആനുവൽ ഇൻകം ഉണ്ട്. അപ്പോൾ 25 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2.5 കോടി രൂപയെങ്കിലും ഒരു ഇൻഷുറൻസ് കവറേജ് എടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ഇൻഷുറൻസ് ആണ്.
കാരണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു, ഇപ്പം തൊമ്മിച്ചൻ ഇപ്പം മരിച്ചുപോയി, തൊമ്മിച്ചൻ മരിച്ചു വെച്ച് കഴിഞ്ഞാൽ തൊമ്മിച്ചനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊമ്മിച്ചൻ്റെ ഫാമിലി, അതായത് വൈഫ്, പിന്നെ മോൻ, മോള്, ഇവരെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് തൊമ്മിച്ചനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇപ്പം തൊമ്മിച്ചൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരുടെ ലൈഫ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പം തൊമ്മിച്ചന് വരാതിരിക്കണമെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ഏകദേശം തൊമ്മിച്ചൻ്റെ വരുമാനത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മടങ്ങ്, ഒരു 10 to 15 ടൈംസ് കവറേജ് കിട്ടുന്ന ഒരു ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രീമിയത്തിൽ. ഇപ്പോൾ തൊമ്മിച്ചൻ്റെ ഈ ഒരു ഏജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 40,000 50,000 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണ്ട ഏകദേശം ഒരു 2-2.5 കോടി രൂപയുടെ കവറേജ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ ആവശ്യത്തിനുള്ള ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നത് തൊമ്മിച്ചനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നോ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഫ്യൂച്ചർ ഗോൾസ്. അപ്പോൾ ഈ ഫ്യൂച്ചർ ഗോൾസിന് വേണ്ടി ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തിട്ടില്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് തൊമ്മിച്ചനെ സംബന്ധിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തൊമ്മിച്ചൻ്റെ ഇപ്പം നിലവിലത്തെ തൊമ്മിച്ചൻ്റെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ആണ്, 35. അപ്പോൾ തൊമ്മിച്ചന് ഇപ്പം നമുക്കറിയാം 3 വയസ്സുള്ള ഒരു മകനുണ്ട്, 1 വയസ്സുള്ള ഒരു മകളുണ്ട്. അപ്പോൾ തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചൻ ഇവിടുന്ന് യാത്ര തുടങ്ങുന്നു. തൊമ്മിച്ചന് ഏകദേശം 50 വയസ്സാകുമ്പോൾ, അതായത് ഇവിടുന്ന് ഏകദേശം 15 വർഷം കഴിയുന്ന സമയത്ത് മോൻ്റെ ഹയർ എഡ്യൂക്കേഷൻ വരും. അതിനുശേഷം വീണ്ടും ഏകദേശം ഒരു 2 വർഷം കൂടി കഴിയുമ്പോൾ, അതായത് 52 വയസ്സാകുന്ന സമയത്ത് മോളുടെ ഹയർ എഡ്യൂക്കേഷൻ വരും. അതിനുശേഷം വീണ്ടും ഏകദേശം ഒരു 8 വർഷം കഴിയുന്ന സമയത്ത്, അതായത് തൊമ്മിച്ചന് ഒരു 60 വയസ്സാകുന്ന സമയത്ത് ഇപ്പം മോളുടെ മാരേജ് വരും. ഏകദേശം ഇതേ സമയത്ത് തന്നെ തൊമ്മിച്ചൻ്റെ റിട്ടയർമെൻറ്റും വരും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഈ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള പല ഫിനാൻഷ്യൽ ഗോൾസും ഈ വരാനുണ്ട്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഗോൾസ് നമുക്ക് എങ്ങനെ ഒരു പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതിലിപ്പോൾ കറക്റ്റായിട്ട്, അതായത് എങ്ങനെ നമുക്ക് ഫിനാൻഷ്യൽ ഗോൾസ് കൃത്യമായിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ഗോൾസ്. അതായത് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അതായത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ വരുമ്പോഴേക്കും മോൻ്റെ ഹയർ എഡ്യൂക്കേഷൻ വരും, ഇവിടെ വരുമ്പോൾ മോളുടെ ഹയർ എഡ്യൂക്കേഷൻ വരും, ഇവിടെ വരുമ്പോൾ മോളുടെ മാരേജ് വരും, ഇവിടെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റും വരും. അപ്പോൾ ഈ പറഞ്ഞ ഗോൾസ് ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് ഏറ്റവും ഒന്നാമത്തെ ഘടകം. രണ്ടാമതായിട്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ച് പ്രയോറിറ്റൈസ് ഗോൾസ്. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഈ പറഞ്ഞ 4 ഗോളുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഇപ്പം മക്കളുടെ എഡ്യൂക്കേഷൻ ആണ്, അല്ലെങ്കിൽ മോളുടെ മാരേജ് ആണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം ടാർഗറ്റ് എമൗണ്ട്. അതായത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ സമയത്ത് ഈ പറഞ്ഞ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര എമൗണ്ട് വേണ്ടി വരും? അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സണ്ണിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ തന്നെ എടുത്താൽ ഇന്ന് ഏകദേശം ഒരു 25 ലക്ഷം രൂപയാണ് എന്ന് വിചാരിച്ചോ. ഓൺ ആൻ ആവറേജ് ഒരു 9% ഇൻഫ്ലേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, കാരണം ഹയർ എഡ്യൂക്കേഷനൊക്കെ ഏകദേശം 9-10% ആണ് ഇൻഫ്ലേഷൻ വരുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 15 വർഷം കഴിയുമ്പോൾ ഈ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 90 ലക്ഷം രൂപ വേണ്ടി വരും. ഇനി അടുത്തതായിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോളുടെ ഹയർ എഡ്യൂക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്ന് 25 ലക്ഷം രൂപയാണ്. ഓൺ ആൻ ആവറേജ് 9% ഇൻഫ്ലേഷൻ തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 17 വർഷം കഴിയുമ്പോൾ, ഇവിടെ 15 വർഷമാണ്, ഇവിടെ 17 വർഷം കഴിയുമ്പോൾ ഏകദേശം ഒരു 1.1 CR കണ്ടെത്തേണ്ടി വരും. ഇനി അടുത്തായിട്ട് ഇപ്പം മോളുടെ മാരേജ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം 25 ലക്ഷം രൂപ ചെലവ് വരും. ഇവിടെ നമ്മളൊരു 7% ഇൻഫ്ലേഷനാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിച്ചോ. കാരണം ഹയർ എഡ്യൂക്കേഷൻ അത്ര വലിയ ഇൻഫ്ലേഷൻ മാരേജിൽ വരില്ല. അപ്പോൾ ഒരു 7% ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.35 CR, 1,35 ലക്ഷം രൂപ തൊമ്മിച്ചന് ആ ഒരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് കണ്ടെത്തേണ്ടി വരും. ഇനി അടുത്തതായിട്ട് ഈ 60ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് തൊമ്മിച്ചൻ പ്ലാൻ ചെയ്യാനെങ്കിൽ തൊമ്മിച്ചൻ്റെ ഇപ്പം നിലവിലെ ഏജ് 35 ആണ്. അപ്പോൾ 35 to 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 25 വർഷമാണ്. അപ്പോൾ 25 വർഷം കഴിയുന്ന സമയത്ത് ഇന്നിപ്പോൾ ഏകദേശം ഒരു നാട്ടിൽ ഭംഗിയായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു 40,000 രൂപ ചിലവ് വരുമെങ്കിൽ ആ സമയത്ത് ഒരു 7% ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു 2.25 ലക്ഷം രൂപ പെർ മന്ത് ചിലവ് വരും. സപ്പോസ് ഇദ്ദേഹം ഒരു 85 വയസ്സ് വരെ ജീവിച്ചിരിക്കണമെങ്കിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഈ 85 വയസ്സ് വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 5 കോടി രൂപയുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇപ്പോൾ തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചൻ്റെ ഒരു ഫ്യൂച്ചറിൽ വരുന്ന ഗോൾസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് 2 കോടി കൂടി നോക്കുന്ന സമയത്ത് ഏകദേശം 2 കോടിയായി. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം ഏകദേശം ഒരു 8.5 കോടി രൂപ വേണം തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചൻ്റെ ഈ ഫിനാൻഷ്യൽ ഗോൾസ് എല്ലാം ഭംഗിയായിട്ട് മീറ്റ് ചെയ്ത് പോകാൻ. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗോൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇപ്പം നമ്മളെ സംബന്ധിച്ച് നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ കറണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അതെന്താണെന്ന് അനലൈസ് ചെയ്യുക എന്നതാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊമ്മിച്ചനെ സംബന്ധിച്ച് നിലവിലെ എല്ലാ ചെലവും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 75,000 റുപ്പീസാണ് നിലവിൽ ബാലൻസ് ഉള്ളത്. അപ്പോൾ ഈ 75,000 റുപ്പീസിൽ എത്ര എമൗണ്ട് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ഗോളുകൾക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പം നിലവിലത്തെ എക്സ്പെൻസുകളിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെൻസ് കുറക്കാൻ സാധിക്കുമോ? ഈ എമൗണ്ട് വെച്ച് തന്നെ ഈ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ചില സമയങ്ങളിൽ ഈ എമൗണ്ട് വെച്ച് തന്നെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും, എന്നാൽ മറ്റ് ചില സമയങ്ങളിൽ ഇത് വെച്ച് അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ വരുമാനം കൂടും. അപ്പോൾ വരുമാനം കൂടുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക എന്നതാണ് നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. പിന്നെ അതിനുശേഷം ഇപ്പം നമ്മൾ സംബന്ധിച്ച് അലോക്കേറ്റ് ഫണ്ട്സ് വൈസ്ലി, അതായത് ശരിയായ രീതിയിൽ ഈ ഫണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തൊമ്മിച്ചനെ സംബന്ധിച്ച് മോൻ്റെ ഹയർ എഡ്യൂക്കേഷൻ വരുന്നത് 15 വർഷം കഴിയുമ്പോൾ, എന്നാൽ ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ മോളുടെ മാരേജ് ഒക്കെ വരുന്നത് 25 വർഷം കഴിയുമ്പോഴാണ്. അപ്പോൾ ഓരോ ടേമിനനുസരിച്ച് ഇപ്പോൾ 25 വർഷം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള പല ഫണ്ടുകൾ പല കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ഓരോ ഗോളിനെയും ബേസ് ചെയ്തിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള നിക്ഷേപ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മാക്സിമം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യുക എന്നതാണ് അടുത്തൊരു കാര്യം. ഇപ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം ഞാനിപ്പോൾ എല്ലാ വർഷവും കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിട്ട് അത് സേവ് ചെയ്തിട്ട് ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതൊരു തെറ്റായ ഒരു മാർഗ്ഗമാണ്. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ഫസ്റ്റ്, അതിനുശേഷം സ്പെൻഡ് ചെയ്യുക. ഏറ്റവും ആദ്യം സേവ് ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാലറി വരുന്നത് 27-നാണ് എൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ എടുക്കുന്നത്. 1-ാം തീയതി എൻ്റെ വരുമാനത്തിൽ നിന്ന് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള എമൗണ്ട് പോയിട്ടുണ്ടാവും. അതിനുശേഷമാണ് ആ മാസത്തെ ചിലവുകളെല്ലാം വരുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുക. അത് ഞാനൊന്നും അറിയേണ്ട കാര്യമില്ല. എല്ലാ മാസം 1-ാം തീയതി രാവിലെ ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ ബാങ്കൊക്കെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പൈസ പോയിട്ടുണ്ടാവും. അത് ഓട്ടോമേറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം നമ്മളായിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത് 100 കണക്കിന് പ്രശ്നങ്ങൾ വരും. പിന്നെ ഈ മാസം പോട്ടെ, ഞാൻ അടുത്ത മാസം ചെയ്യാം, അങ്ങനത്തെ ചിന്തകളെല്ലാം വരും. പക്ഷെ നമുക്ക് ഈ ബാങ്കിൽ ഓട്ടോമാറ്റ് ഫെസിലിറ്റി നമ്മൾ ചെയ്ത് ECS ഒക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കോളും. പിന്നെ അതോടൊപ്പം തന്നെ 7-ാമതായിട്ട് റിവ്യൂ ആൻഡ് റീഅഡ്ജസ്റ്റ് പീരിയോഡിക്കലി. നമ്മളിപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ശരിയായി, പക്ഷേ നമ്മൾ പീരിയോഡിക്കലി നമ്മൾ റിവ്യൂ ചെയ്യണം. അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിസ്റ്റർ എക്സ് ഇദ്ദേഹത്തിന് 9 ഇവിടെ ഒരു ഗോളുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈൽഡ് എഡ്യൂക്കേഷൻ മാസ്റ്റർ വൈ ഏകദേശം 1,30,00,000 രൂപ വേണം. അതിൽ അച്ചീവ് ചെയ്ത എമൗണ്ട്. പിന്നെ ഇവിടെ റിട്ടയർമെൻറ്റ് ഏകദേശം ഒരു 4,74,00,000 രൂപ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ റീസെൻ്റ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ക്ലയൻ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം ഇപ്പോൾ ചൈൽഡ് എഡ്യൂക്കേഷൻ 1,29,00,000 രൂപയാണ് ഇദ്ദേഹത്തിന് വേണ്ടത്. അപ്പോൾ നിലവിൽ ഇദ്ദേഹം 55,000 രൂപ SIP ഇദ്ദേഹം ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം 120%, അതായത് ഇദ്ദേഹത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ തുക ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് ഇദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ റിട്ടയർമെൻറ്റിൻ്റെ കാര്യം നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റിന് ഏകദേശം 4,74,00,000 രൂപയോളം വേണം. പക്ഷേ ഇദ്ദേഹം ഇപ്പം നിലവിൽ ഏകദേശം 1,00,000 രൂപയുടെ SIP ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 1,00,000 രൂപയുടെ SIP വെച്ച് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 80%, 80%. അതായത് ഏകദേശം ഒരു 92,00,000 രൂപ, അതായത് ഏകദേശം 1 കോടി രൂപയുടെ കുറവുണ്ടാവും. അപ്പോൾ അത് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏകദേശം 25,000 രൂപയുടെ SIP ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 21,00,000 രൂപയും കൂടി ഒറ്റ തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകില്ലേ, ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന സമയത്ത് നമുക്ക് എത്രയോ കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ അതേ രീതിയിൽ യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള
ഫെസിലിറ്റിയാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തതയോടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതത് മേഖലയിൽ എക്സ്പെർട്ടായിട്ടുള്ള അതത് മേഖലയിലുള്ള എക്സ്പെർട്ടായിട്ടുള്ള ആളുകളായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള പല ടെക്നോളജിക്കൽ സപ്പോർട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് ഉദാഹരണത്തിന് എനിക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് കോട്ടയം പോകണം. അപ്പോൾ തുടക്കത്തിൽ 2 മണിക്കൂർ കാണിച്ചു. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബ്ലോക്ക് കിട്ടി. അപ്പോൾ ബ്ലോക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 2 മണിക്കൂർ കൊണ്ട് എത്തില്ല. അവിടെ കൃത്യമായിട്ടുള്ള സമയം കാണിക്കും. അതായത് ഈ ബ്ലോക്കിൽ ഞാൻ ഏകദേശം ഇത്ര സമയം അവിടെ എക്സ്ട്രാ കിടക്കേണ്ടി വരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒന്നുകിൽ ഞാൻ കൂടുതൽ സ്പീഡ് എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10, 15, 20 മിനിറ്റ് ഞാൻ ലേറ്റ് ആവും. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടി ഞാൻ 1 ലക്ഷം രൂപ ഈ ഒരു ക്ലയൻറ്റ് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വിചാരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ 80% ഇദ്ദേഹത്തിന് ആവശ്യമുള്ള തുകയുടെ 80% അച്ചീവ് ചെയ്യാനേ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ഷോർട്ട് ഫാൾ ഉണ്ടെന്ന് ഇത് ടൈം ടു ടൈം, അതായത് 1 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത മാസം നോക്കുന്ന സമയത്ത് ആ സമയത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ല യൂസ് ചെയ്യുന്നതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മളുടെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്തിക്കുന്നതിന് നമ്മളെ വളരെയധികം സഹായിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ റെഡ് സോണിലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ തൊമ്മിച്ചൻ്റെ ഈ റെഡ് സോണിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഗ്രീൻ സോണിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിലെ റെഡ് സോൺ എന്താണ്, ഗ്രീൻ സോൺ എന്താണ്. പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ എളുപ്പത്തിൽ കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് തൊമ്മിച്ചനെ സംബന്ധിച്ച് ഇത് കറക്റ്റായിട്ട് ഇത് അനലൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഇടയായത്. അപ്പോൾ ഈ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്ലാനിനെ ഇദ്ദേഹം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അടുത്ത 25 വർഷത്തിനുള്ളിൽ വരുന്ന 8.5 കോടി രൂപയുടെ ഈ പറഞ്ഞ ഫ്യൂച്ചർ ഗോൾസും പിന്നെ അതോടൊപ്പം തന്നെ ഫാമിലിയെ ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻഷുറൻസും എന്ന് വേണ്ട സകലതും വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തങ്ങളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ നിക്ഷേപ സംബന്ധമായ ഞങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് എല്ലാവരും നമുക്ക് സർവീസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ സർട്ടൻ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് ഓൺബോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന വേറെ ആരെങ്കിലും നിങ്ങൾ കണ്ടെത്തി അവരോട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച ഇപ്പോൾ തൊമ്മിച്ചൻ ടിപ്സിലെ പുതിയ എപ്പിസോഡുമായി വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.